ആവാസവ്യൂഹം എന്ന് പറഞ്ഞൊരു ഒറ്റ പടം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നൊരു പേരാണ് കൃഷ്ണന്ത് എന്ന് പറയുന്നത്. ആവാസവ്യൂഹം ആദ്യമായിട്ട് പ്രീമിയർ ചെയ്തത് IFFK വെച്ചായിരുന്നു. അന്ന് IFFK ഞാൻ തിയേറ്ററിൽ ആ പടം കണ്ട് എൻജോയ് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പടം OTT ആയിരുന്നു ആ സമയത്ത് റിലീസായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രയേറെ മികച്ചൊരു കലാസൃഷ്ടി വലിയ സ്ക്രീനിൽ തന്നെ കാണേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ ആ സിനിമ ആ സിറ്റുവേഷൻ അതിനെയാണ് ഡിമാൻഡ് ചെയ്തത്. സോ അതിനെ OTTയിലേക്ക് വിട്ടു. അതിനുശേഷം പുള്ളിയുടെ ഒരു സിനിമ വന്നിരുന്നു. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതും OTT തന്നെയായിരുന്നു. അതും ഒരു ഗംഭീര ചിത്രമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു സിനിമയാണ് മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ. ജഗദീഷ് ചേട്ടൻ അതുപോലെ തന്നെ രജീഷ വിജയനൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മറ്റ് താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ട്. അതിൻ്റെ ഒരു ടീസർ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിരുന്നു. ബട്ട് നമ്മളതിനെ റിയാക്ട് ചെയ്തില്ല. ഇപ്പോൾ ടീസറിൻ്റെ സെക്കൻഡ് ടീസർ, ആ പടത്തിൻ്റെ സെക്കൻഡ് ടീസർ റിലീസായിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ടീസറും അതുപോലെ തന്നെ സെക്കൻഡ് ടീസറും ബാക്ക് ടു ബാക്ക് നമുക്ക് കാണാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പടത്തിൻ്റെ എന്തെങ്കിലും ലീഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ജോണർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു തമ്മിലൊക്കെ കണ്ടിട്ട് ജോണർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിയുടെ പടങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി ഒരു എൻ്റർടൈനർ ആയിരിക്കും, ഒരു വാല്യൂ കാണും, അല്ലെങ്കിൽ ആ പടത്തിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും മെയിനായിട്ട്. അതേ വെച്ചിട്ട് മാത്രമേ പുള്ളി പടം ചെയ്യത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സിനിമേനെ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന പരിപാടി പുള്ളി ചെയ്യാറില്ല. പുള്ളിയുടെ സിനിമകൾ കണ്ട് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെ കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനിപീഡിക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസ്തിഷ്ക മരണം ഒഫീഷ്യൽ ടീസർ, ഒന്നാമത്തെ ടീസർ നമുക്ക് കാണാം. ലെറ്റ്സ് റിയാക്ട്. സാരിഗമ മലയാളത്തിലാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ ഫിലിംസ്, രജീഷ വിജയൻ. ഈ പടത്തിലാണ് രജീഷ വിജയൻ്റെ എനിക്ക് തോന്നുന്നു അതന്നെ ഐറ്റം ഡാൻസ് വന്നത്. ഇവളുണ്ടോ? കുറച്ച് അഡ്വാൻസിനാണ് കാലഘട്ടം. അതിജീവിതനാണ്. അതിജീവിതൻ ആരാണെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം. കേരള പോലീസ് ഓപ്പൺ ദ ഡോർ. മസ്തിഷ്കമാണ്. എ ഫ്രാങ്കൻ ബീറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ എല്ലാ പടത്തിനും ഒരു മലയാളം പേരും കാണും, അതിൻ്റെ കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് പേരും കൂടി പുള്ളി ആഡ് ചെയ്യാറുണ്ട്. അത് ആവാസവ്യൂഹം തൊട്ടുണ്ട്. അതിന് മുമ്പത്തെ പടത്തിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് മൊത്തമുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. സംഗതി കുറച്ച് അഡ്വാൻസ്ഡ് കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ കൃഷ്ണൻ, മ്യൂസിക് വർക്കി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി പ്രയാഗ് മുകുന്ദൻ. പ്രയാഗ് മുകുന്ദൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ സെക്കൻഡ് ടീസർ കാണാം. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഈ മലയാളി മാമന്റെ കണ്ണുകൾ എല്ലായിടത്തും എക്സ്ക്ലൂസീവ്. റെഡി, 1 2 3. ഫ്ലൈറ്റിംഗ് ഒരു സോഷ്യൽ ഇവന്റ്. പെർഫോമർ മാൻ. ഞാൻ ഹരികുമാർ മഞ്ഞപ്പുറം. 2 മണിക്കൂർ ഇറങ്ങിയുള്ള സാറേ, ഓൾറെഡി കാണും. ഇത് നമ്മുടെ ആവാസവ്യൂഹത്തിലെ നമ്മുടെ മച്ച പേര് മറന്നുപോയി. മൈൻഡാറ്റാ ഗെയിം കളിയില്ലേ? ടീച്ചറിന്റെ എക്സ്പ്രഷനിലേക്ക് സൂം. ഡെസ്റ്റിനിയാണ് ഡെസ്റ്റിമോന. നമുക്കൊരു പറ്റുപറ്റിയ നാട്ടുകാർ അറിയും മുമ്പ് നമ്മളെ തിരിച്ച് പഠിച്ചാൽ പോരെ. സ്വപ്നം തുടങ്ങിയ പുള്ളി പറയും.
പുള്ളിയുടെ കൃഷ്ണൻ്റെ ക്രാഫ്റ്റിൻ്റെ അത് കാണാനുണ്ട് പാട്ടം. സോംബിയാ ജോണർ മനസ്സിലാവുന്നില്ലല്ലോ. നൈസ് നൈസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഫെബ്രുവരി 27 വേൾഡ് വൈഡ് റിലീസ്. സംഗതി ഒരാളുടെ ബ്രെയിൻ ഡെഡായിട്ടുണ്ട്. ആ ബ്രെയിൻ വെച്ചിട്ട് എന്തോ പരിപാടിയാണ്. കുറച്ച് അഡ്വാൻസ്ഡ് കാലഘട്ടമാണ്. സോംബീസിനെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാളുടെ ബ്രെയിൻ വെച്ചിട്ട് വിഷൻസ് കൊടുത്ത് നമുക്ക് താല്പര്യമുള്ള തിങ്സ് കാണുന്ന രീതിയിലേക്ക്. പണ്ട് കമൽഹാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, മറ്റേ നമുക്കൊരു ബാക്കിലൊരു തലയുടെ പുറകിലൊരു ചിപ്പ് ഘടിപ്പിക്കുന്ന ഒരു പരിപാടി ഫ്യൂച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ ബാഡ് എൻഡ് വേണമെന്നാണ് നമ്മൾ കണ്ട് തീരുന്ന സമയത്ത് ക്ലൈമാക്സിൽ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ബാഡ് എൻഡിലേക്കും, അതല്ല നമുക്കൊരു ഗുഡ് എൻഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ ഗുഡ് എൻഡിലേക്ക് മാറ്റി നമ്മുടെ പ്രേക്ഷകന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആ പടത്തിൻ്റെ കഥേനെയൊക്കെ മാറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാലഘട്ടം വന്നാൽ ഭയങ്കര സംഭവമായിരിക്കും എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ കമൽഹാസൻ പറയുകയുണ്ടായി. അപ്പോൾ ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണോ ഇതെന്നുള്ളത് അറിയത്തില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇൻസെപ്ഷൻ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ സെയിം മെത്തേഡ് ഓഫ് പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. എന്തായാലും സിനിമ ഇറങ്ങും കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റി കൂടുതൽ. എന്തായാലും കുറച്ച് വെറൈറ്റി പരിപാടിയായിരിക്കും. കാരണം ആവാസവ്യൂഹം സിനിമ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഏതൊരു തട്ടിക്കുട്ട് പടമാണ് പടി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എത്രത്തോളം വിഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നുള്ളത്. ഇതൊക്കെ വളരെ ബഡ്ജറ്റ് കുറച്ച് എടുക്കുന്ന പടങ്ങളാണ്. ബഡ്ജറ്റ് കൂട്ടിയെടുക്കുന്ന പടങ്ങളിൽ കാണാത്ത പെർഫെക്ഷനും അതിൻ്റെ അതിൻ്റെ ഇരട്ടി ലോജിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. സോ ലെറ്റ്സ് വെയിറ്റ്. 27 ആവട്ടെ, പടം റിലീസാവട്ടെ. ഇവിടെ പടം റിലീസ് കാണാൻ ചാൻസ് ഭയങ്കര കുറവാണ്. OTT വരുമ്പോൾ നമുക്ക് കാണാം, അല്ലാതെ എന്ത് ചെയ്യാൻ. അപ്പോൾ പടം കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ടീസർ 2 കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.